ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ് ആയിട്ട് മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത് പേജ് നമ്പർ 13 ആണ്. പേജ് നമ്പർ 13 10th ക്വസ്റ്റ്യൻ വരെ നമ്മൾ അവസാനിച്ചിരുന്നു. നമ്മൾ 11th ക്വസ്റ്റ്യൻ ആണ്. 11th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്കിൾ വരയ്ക്കാനാണ്. ആദ്യം തന്നെ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ. ഈ സർക്കിളില് ഒരു ഡയമീറ്റർ വ്യാസം വരച്ചിരിക്കുകയാണ്. സെന്ററിൽ കൂടെ ഒരു വ്യാസം, ദാറ്റ് ഈസ് AB. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് സി എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ നിന്ന് സെന്ററിലേക്ക് നമ്മൾ ഇത് വരച്ചു. ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഇറ്റ്സ് 50 ഡിഗ്രി, 50 ഡിഗ്രിയാണ്. ഇത് 50 ഡിഗ്രിയാണ്. അപ്പൊ ചോദ്യം ഒന്നുകൂടി വായിക്കാൻ നോക്കാം. ഇൻ ദ ഫിഗർ O is the center of the circle. O എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്. O വൃത്തത്തിന്റെ കേന്ദ്രം. AB is the diameter. AB diameter ആണ്, വ്യാസമാണ്. And C is a point on the circle. C എന്ന് പറഞ്ഞാൽ സർക്കിളുകളുള്ള ഒരു പോയിന്റ്. AB എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ്. അപ്പൊ AB യും സർക്കിളുകളാണ് കേട്ടോ. അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നതാണ് AB ഡയമീറ്റർ. C എന്ന് പറഞ്ഞാൽ സർക്കിളിലെ വേറൊരു പോയിന്റ് ആണ്. And O is the center of the circle and one angle is 50 degree. ഇത്രയും തന്നിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ട് CAB എത്രയാണ്. CAB എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് യോജിപ്പിക്കാം. കിട്ടിയോ? ആംഗിൾ CAB എത്രയാണ്? ഇതാണ് ചോദ്യം. എല്ലാവർക്കും ചോദ്യം മനസ്സിലായി? ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കണേ? ഇതൊരു സർക്കിൾ, സർക്കിളിന്റെ സെന്റർ O, സർക്കിളിലുള്ള രണ്ട് പോയിന്റ്സ് AB യോജിപ്പിച്ച് ഡയമീറ്റർ വ്യാസം ഉണ്ടാക്കിയിരിക്കുന്നു. വേറൊരു പോയിന്റ് ആണ് C. ആ C എയും കൂടി നമ്മൾ ഇപ്പൊ യോജിപ്പിക്കുകയാണ്. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് CAB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്. ഇതാണ് ചോദ്യം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചോദ്യം മനസ്സിലായി എല്ലാവർക്കും? CAB ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മൾ ഇനി എന്താ ചെയ്ത് നോക്കാം. ഈ ആംഗിൾ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എ ലീനിയർ പെയർ അല്ലെ? ഏതൊക്കെ? ആംഗിൾ AOC പ്ലസ് ആംഗിൾ COB രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാ? 180. അതറിയില്ലേ എല്ലാവർക്കും? അറിയില്ലേ? ഓക്കെ. AOBC എന്ന് പറയുന്നതും AOC എന്ന് പറയുന്ന ഈ ആംഗിളും BOC അല്ലെങ്കിൽ COB എന്തായാലും കുഴപ്പമില്ല, O നമുക്ക് വരുന്നേ ഉള്ളൂ. COB ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയാൽ 180. റീസൺ എഴുതണം. ഇറ്റ്സ് എ ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ്. എന്താ രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ? ഒരു ലൈൻ. ഈ ലൈനുമായി നമ്മൾ എങ്ങനെ ഒരു രേഖ വരച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ് അല്ലെ? അതാണ് നമുക്ക് ലീനിയർ പെയർ. അതില് COB എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാ COB തന്നിരിക്കുന്നത്? ആംഗിൾ AOC പ്ലസ് COB. COB എത്രയാ? 50 അല്ലെ? ഇസിക്കൽ ടു 180 ആണ്. Then therefore AOC എത്രയാ? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180, 180. ഇത് 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? AOC എത്രയായിരിക്കും? 180 എന്ന് കുറച്ചാ പോരെ? -50 എത്രയാ? 130. അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടി 130 ഡിഗ്രി. ആംഗിൾ AOC is equal to 130 ഡിഗ്രി. അത് മനസ്സിലായി എല്ലാവർക്കും? ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിയേ, AB എന്ന് പറയുന്ന ലൈനില് ഇങ്ങനെ ഒരു ലൈൻ ഇന്റർസെക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ലൈൻ ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ ആംഗിൾ 130. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. 180 നമ്മൾ ഈ 50 ഒന്ന് കുറയ്ക്കാത്രയും ചെയ്താൽ മതി. കിട്ടി? പക്ഷെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈ ആംഗിൾ ആണ് കേട്ടോ. ഇപ്പൊ AOC കിട്ടി, AOC കിട്ടി. പക്ഷെ നമുക്ക് OAC ആണ് വേണ്ടത്. ഇതാണ് വേണ്ടത് അല്ലെ? അപ്പൊ ഇത് 130 ആണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾ ടോട്ടൽ എത്രയാ? ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ 180 ആണ്, 180 ആണ്. 180 വരണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? 180 മൈനസ് 130. അപ്പൊ എത്ര കിട്ടി? 50. കാരണം ഇത് നമുക്കറിയാം, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പൊ ഇവിടെ 50 ആയിട്ട് 180 50 കുറച്ച് പോയിട്ട് 130 കിട്ടി. അപ്പൊ 180 ഈ 130 കുറച്ച ബാക്കിയുള്ള ഈ 50 അല്ലേ വന്നത്?
ഈ 50നെ ഇവിടെ രണ്ട് സ്ഥലത്ത് ഈക്വൽ ആയിട്ട് കൊടുക്കണം. കാരണം ഇവിടെ എഴുതണം എന്താണ് AO is equal to CO. റീസൺ എന്താ? It is the radius of the circle. ഈ സർക്കിളിന്റെ റേഡിയസ് ആണത്. AOയും COയും വൃത്തത്തിന്റെ ആരങ്ങൾ റേഡിയസ് ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. AOC എന്ന് പറഞ്ഞാൽ ഒരു സമപാർശ്വത്രികോണായില്ലേ? ഈ ഒരു വശവും ഈ ഒരു വശവും ഈക്വൽ ആയാൽ ഇത് രണ്ട് ആരങ്ങളാണ്, ഇതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ബാക്കിയുള്ള ഈ 50നെ ഈക്വൽ ആയിട്ട് കൊടുക്കണം. അപ്പൊ ഈ ആംഗിൾ എത്ര കിട്ടി? 25. ഈ ആംഗിൾ 25. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ചോദ്യം എടുത്തേക്കാം. ആംഗിൾ CAB is equal to എത്ര ഡിഗ്രിയാ? 25 ഡിഗ്രി. ഇതാണ് ഫൈനൽ ആൻസർ. നമുക്ക് കിട്ടുന്നത് ആദ്യം ഇത് എഴുതാം, അത് കഴിഞ്ഞിട്ട് ഇത് എഴുതാം, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് ഇതെടുത്ത് ഇവിടെ എഴുതേണ്ടത്. ആംഗിൾ CAB is equal to 25 ഡിഗ്രി. കിട്ടിയില്ല എല്ലാവർക്കും? മനസ്സിലായി? ചോദ്യം മനസ്സിലായോ? പക്ഷെ ഇവിടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ്. ഇതുപോലെ തന്നെ നിങ്ങളോട് വേറെ എണ്ണം വരയ്ക്കാൻ വിത്ത് എ ഡിഫറെന്റ് നമ്പർ ഓഫ് സൈസ് COB ആൻഡ് CAB and calculate CAB. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തോളാം. ഇങ്ങനെ തന്നെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. ഒരു സർക്കിൾ വരച്ച് എന്നിട്ട് അതിന് ഈ ഒരു സർക്കിളിന്റെ ഡയമീറ്റർ ഇതുപോലെ തന്നെ ഡയമീറ്റർ വരയ്ക്കാം. സെന്റർ O കൊടുക്കാം. കിട്ടിയോ? സെന്റർ O കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ഇങ്ങനെ തന്നെ ഒരു പോയിന്റ് കൊടുത്തു. ഇതിന് ഇഷ്ടമുള്ള വേറൊരു അളവ് കൊടുത്തോളാം. നിങ്ങൾ 80 ഡിഗ്രി ഇട്ട് കൊടുത്തു. എളുപ്പത്തിന് വേണ്ടി 80 ആക്കിയത്. ഇത് 80 ആണെങ്കിൽ CAB എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? എത്രയായിരിക്കും? ഇത് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ വശം. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഇതേപോലെ തന്നെ സ്റ്റെപ്പ് എഴുതാം. ഇതും കൂടി കൂട്ടിയാൽ AOCയും BOCയും കൂടി കൂട്ടിയാൽ 180 വരണം. അപ്പൊ AOC കിട്ടണമെങ്കിൽ ഇത് കുറയ്ക്കണം അല്ലെ? ഇവിടെ ഇത് എത്രയാണ്? 50ന് പകരം നമ്മൾ എത്ര ഇട്ട് കൊടുത്തത്? ഇവിടെ 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇവിടെ എത്രയാണ്? 180യിൽ നിന്ന് 80 മൈനസ് ചെയ്താൽ ബാക്കി കിട്ടുന്നത് എത്രയാണ്? 100 is equal to എത്രയാണ്? 100 ഡിഗ്രി അല്ലെ? അപ്പൊ ഈ ആംഗിൾ നമുക്ക് കിട്ടിയ എത്രയാണ്? 100. ഇത് 100 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളും കൂടി കൂട്ടിയാൽ ഈക്വൽ ആവണം വേണ്ടേ? ഇത് രണ്ടും ഈക്വൽ ആവണ്ടേ? ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ബാക്കി 100ൽ നിന്ന് നമ്മൾ 180ൽ 100 മൈനസ് ചെയ്യുമ്പോ ഇത് 180. 180ൽ നിന്ന് 80 മൈനസ് ചെയ്യുമ്പോ ബാക്കി 100. അപ്പൊ 180 മൈനസ് ഇവിടെ എത്ര വരുന്നത്? 180ൽ നിന്ന് 100 മൈനസ് ചെയ്യാം. 180ൽ നിന്ന് 100 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 80 കിട്ടും അല്ലെ? ഇനി ഇതുപോലെ തന്നെ AOയും COയും ഈക്വൽ ആണ്, ആരങ്ങളാണ്. അതുകൊണ്ട് അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ കൊടുക്കണം. ഈ 40നെ 80നെ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത് 40 ഡിഗ്രി 40 ഡിഗ്രി. അപ്പൊ നമ്മുടെ ചോദ്യം ഇവിടെ എന്താണ്? ചോദ്യം നമുക്ക് തരുന്നത്, ചോദ്യം ചോദിച്ചിരിക്കുന്നത് CAB എത്രയാണെന്ന്. CAB എത്രയാ? ഇറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. അത് 40 ഡിഗ്രി. മനസ്സിലായി? എളുപ്പമല്ലേ? ഇപ്പൊ ഏത് നമ്പർ തന്നാലും കേട്ടോ, നിങ്ങൾ വേറൊരു നമ്പർ ഇട്ട് ചെയ്ത് നോക്കാതെ. ഇപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നു 50 ഡിഗ്രി. എന്നിട്ട് നമ്മളോട് വേറൊരു നമ്പർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ 80 ഇട്ട് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ നിങ്ങൾ ഇട്ട് കൊടുത്തോ. എത്രയായാലും കുഴപ്പമില്ല. പക്ഷെ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 90 ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഇങ്ങനെ ഒരു ഫിഗർ ആണ്. 90 വരുമ്പോ ഇങ്ങനെ വരും കേട്ടോ. ഈ ഫിഗറിന്റെ C ഇവിടെയാണ് കിടക്കുന്നത്. അപ്പം 90നേക്കാൾ കുറവുള്ള ഏതൊരു നമ്പർ വേണമെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഒരെണ്ണം അങ്ങനെ ചെയ്തു നോക്കുക. എന്നിട്ട് തന്നെത്താൻ A കണ്ടുപിടിക്കാൻ ആക്കി. അത് ഹോംവർക്ക് ആണ് കേട്ടോ. ഇവിടെ 80 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇത് 40 കൊടുത്തു. അപ്പൊ ഇനി ഇവിടെ നിങ്ങൾ ഏതൊരു നമ്പർ കൊടുത്തു. 50 കൊടുത്തപ്പോ ഇവിടെ എത്രയായിരുന്നു? ഇതിന് കുറച്ചപ്പോ 25 കിട്ടിയ. അപ്പൊ ഇതിനെ പകുതി ആക്കിയാൽ മതി. അതെങ്ങനെയാ? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 180 ആണ്. ഇവിടെ ഇത് 3 കൂടി കൂട്ടുന്നത് 180 ആണ്. അപ്പോ ഇത് കുറയ്ക്കുമ്പോ 180 ഈ ഉള്ളിലോട്ട് കുറയ്ക്കുമ്പോ ഇപ്പുറത്തേ വരിക. അപ്പോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ പകുതി വരും. അപ്പൊ നിങ്ങൾ വേറൊരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് കൊടുത്ത് അതിനെ
എ ഒ സി അല്ല സി എ ബി കണ്ടുപിടിക്കുക. വേറെ ഏതെങ്കിലും ഒരു നമ്പർ, ഇപ്പൊ ഒരു നമ്പർ ഞാൻ കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് ഒരു നമ്പർ കൂടി നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യാം. 12th ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. 12th ക്വസ്റ്റ്യന്റെ സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ എല്ലാവരും വരയ്ക്കും. ഒരു സർക്കിളിന്റെ ഉള്ളില് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഒരു സർക്കിൾ. ഈ സർക്കിളില് എ ബി ഇസ് ദ ഡയമീറ്റർ, ഡയമീറ്റർ ആൻഡ് സെന്റർ O ആണ്. ഇതുപോലെ തന്നെ സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ കൊടുത്തു, അത് യോജിപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ കണക്കിൽ വരച്ചതുപോലെ തന്നെ. പക്ഷെ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇൻ ദ ഫിഗർ below, O is the center of the circle, AB is the diameter, C is the point of the circle. C circle ഒരു പോയിന്റ് ആണ്. കമ്പ്യൂട്ട് ACB ആണ് കേട്ടോ. നേരത്തെ നമ്മൾ ഇവിടത്തെ കണ്ടുപിടിക്കാൻ പഠിച്ചത്. ഇപ്പൊ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ACB. അപ്പൊ ഇങ്ങനെയും കൂടി നമ്മൾ വരയ്ക്കണം. കാരണം നമുക്ക് വേണ്ടത് ഇതാണ്, ഈ ആംഗിൾ ACB. ACB എത്രയാണെന്ന് നമുക്ക് കിട്ടണം. Compute the angle ACB. പിന്നെ draw another figure like this, changing the size of COB and calculate. ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 50 പകരം വേറൊരു നമ്പർ ഇട്ട് കൊടുത്ത് നമ്മളോട് വീണ്ടും അത് കാണാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത് നോക്കാം നമുക്ക്. ചോദ്യം മനസ്സിലായി എല്ലാവർക്കും? ഇത്രയാണ് തന്നെ ചോദ്യം തന്നിട്ടുണ്ടോ? ഇത് 50 ഡിഗ്രി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ അറിയാം ആദ്യത്തെ സ്റ്റെപ്പ് ഈ ആംഗിൾ എത്രയാണെന്നാ കിട്ടില്ല എല്ലാവർക്കും. എത്രയായിരിക്കും? ലീനിയർ പെയർ ആണ്, 180 ആണ്. അപ്പൊ നിങ്ങൾ എഴുതണം, സ്റ്റെപ്പ് എഴുതാം. AOC ആംഗിൾ AOC പ്ലസ് COB ആംഗിൾ COB is equal to 180 ആണ് അല്ലെ. AOC എന്ന് പറയുന്ന ഈ ആംഗിളും COB എന്ന് പറയുന്ന ഈ ആംഗിളും രണ്ടും കൂടി കൂട്ടിയ 180 ആണ്. അപ്പൊ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ആംഗിൾ AOC എത്രയാ? is equal to 180 minus 50. നേരത്തെ ചെയ്തതാണ്. എത്രയാണ്? 130 ആണ്. അപ്പൊ ഈ ആംഗിൾ കിട്ടി 130. പക്ഷെ നമുക്ക് അതല്ല ഇന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 130 ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എത്രയാണ്? അത് നേരത്തെ ചെയ്തതാ. 180 നിന്ന് 130 മൈനസ് ചെയ്യുമ്പോൾ 50 ആണ്. അപ്പൊ ദിസ് ആംഗിൾ is 25, ദിസ് ആംഗിൾ is 25 അല്ലേ? 25 കിട്ടിയില്ലേ? ഇത് ഒന്നാമത്തെ ഈ ട്രയാംഗിൾ. ഇനി രണ്ടാമത്തെ ഈ ട്രയാംഗിൾ നോക്കിയേ, അതിൽ ഒരു ആംഗിൾ 50 ആണ്. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ശരിക്കും സ്റ്റെപ്പ് എഴുതണം കേട്ടോ. ആദ്യത്തെ നമ്മൾ ഇത് ഒരു വശത്ത് ഇവിടെ എഴുതാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? AOC കിട്ടി. അപ്പൊ നമുക്ക് എഴുതാം AO is equal to CO. കാരണം എന്താണ്? It is the radius of the circle ആണ്. അതുകൊണ്ട് ഇതിന്റെ ബേസ് ആംഗിൾസ് ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസും എഴുതി വെക്കാം. 25 എന്ന് എഴുതാം. കിട്ടിയോ? അടുത്തത് ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ട്രയാംഗിൾ BOC കൺസിഡർ ചെയ്യുമ്പോൾ ഇതെത്രയാണ്? 50 ആണ്. Then CO is equal to ഇത് CO യും BO യും ഈക്വൽ ആണ്. എന്താ കാരണം? റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഈ വൃത്തത്തിന്റെ ആരങ്ങളല്ലേ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ബേസ് ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പൊ ഇത് 50 ആണെങ്കിൽ 180 നിന്ന് 50 കുറച്ചാൽ എത്രയാ? 130. ഈ 130ന് ഈക്വൽ ആയിട്ട് ആംഗിൾ OCB ആണ് കേട്ടോ. OC ഇതാണ് നമുക്ക് OCB എന്ന് പറഞ്ഞാൽ ഈ കഷ്ണം എത്രയായിരിക്കും? 130/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 65. ഈ ആംഗിൾ എത്രയായിരിക്കും? OBC ഈ ആംഗിൾ ഇറ്റ്സ് ഓൾസോ 65. അപ്പൊ ഇതും കിട്ടി 65, ഇതും 65.
പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്? അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ വെച്ച് എല്ലാ ആംഗിൾസും എഴുതാ, സൈഡ്സ് എഴുതാ. അതുപോലെ തന്നെ ഈ ട്രയാങ്കിള് BOC ട്രയാങ്കിൾ വെച്ചിട്ട് ഈ രണ്ട് ആംഗിൾസ് 65 കിട്ടി. പക്ഷെ നമ്മുടെ ചോദ്യം ACB എത്രയാണെന്ന് അല്ലെ? ഈ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയിട്ടല്ലേ എഴുതാം. സി എത്രയാണെന്ന് കാണെങ്കിൽ ആംഗിൾ ACB ഇറ്റ്സ് എ ഫൈനൽ ആൻസർ കേട്ടോ. ACB എത്രയാണെന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 25 പ്ലസ് 65 എത്ര കിട്ടി? ഇറ്റ്സ് 90 ഡിഗ്രി. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടി? 90 ആയില്ലേ? 65 25 കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 90. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിന് പറഞ്ഞിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഡ്രോ ദ അനദർ ഫിഗർ ലൈക്ക് ദിസ് ചേഞ്ചിങ് ദ സൈസ് ഓഫ് COB ആൻഡ് ACB ആൻഡ് കാൽക്കുലേറ്റ് ACB. ഇതുപോലെ തന്നെ ACB കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾ തന്നെ ചെയ്യാം. ഒരു ആംഗിൾ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആംഗിൾസ് കണക്കാക്കാം. വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ചോദ്യം ഇത് തന്നെ. നിങ്ങളോട് 50 പകരം വേറൊരു നമ്പർ ആക്കാൻ പറഞ്ഞു. 50 പകരം നമ്മൾ വേറൊരു നമ്പർ ആക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ ആക്കിയത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത് ഡയമീറ്റർ സെന്റർ ഓഫ് ദ സർക്കിൾ O, ഇത് 80 കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് 80 കൊടുക്കുകയാണെങ്കിൽ സ്റ്റെപ്പുകൾ ഇതുപോലെ എഴുതണം കേട്ടോ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. നിങ്ങൾക്ക് AOC യും COB യും കൂടി കൂട്ടിയാൽ 180 ആണ്. അപ്പോ 180യിൽ നിന്ന് ഈ 80 കുറച്ചാൽ ഇവിടെ ബാക്കി എത്രയാക്കിട്ടത്? ഇസ്ക്വൽ ടു 100 അല്ലെ? അപ്പൊ ഈ ആംഗിൾ കിട്ടിയ എത്രയാണെന്ന്? 100. ഇത് 100 കിട്ടിയില്ലേ? ഇത് 100 ആണെങ്കിൽ ഈ ബേസ് ആംഗിൾ സെന്റർ ശരിയാക്കാൻ ഇപ്പൊ അറിയാം. നമ്മൾ കുറെ ഇപ്പൊ നാലാമത്തെ കണക്ക് ഇതുപോലെ തന്നെ ചെയ്തു അല്ലെ? ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ അല്ലേ? ഈക്വൽ അല്ലേ? അപ്പൊ ഇത് 80 ആണെങ്കിൽ ബാക്കി എത്രയാ? 180യിൽ നിന്ന് സ്റ്റെപ്പ് ശരിക്കും എഴുതണം ഇതുപോലെ തന്നെ. ഇവിടെ ഇത് 80 ആണെങ്കിൽ 180 80 കുറച്ചാൽ 100 കിട്ടി. ഈ 100നെ ഇത് രണ്ടും ബേസ് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ എത്ര കിട്ടി? 50 കിട്ടിയില്ലേ? ഇനി അടുത്ത ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. AOC കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം. AOC കൺസിഡർ ചെയ്യുമ്പോ ഇതും ബേസ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. 100 മൈനസ് ചെയ്താൽ 180 100 മൈനസ് ചെയ്താൽ ഒന്ന് 100 കൂടി ഉണ്ട്. ബാക്കി രണ്ടെണ്ണം കൂടി കൂട്ടിയാൽ 80 ആവണ്ടേ? 180 അല്ലേ ടോട്ടൽ? അപ്പൊ ഇവിടെ എത്ര കിട്ടി? 40. ഇത് 40 ഡിഗ്രി കിട്ടി. അപ്പോ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ എത്രയാ വന്നിട്ടുണ്ട്? ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ ACB ഇതാണ് ചോദ്യം. ACB എത്രയാ വരുന്നത്? ഫൈനൽ ആൻസർ ഇതാണ് വരുന്നത്. ACB എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 50. 40 പ്ലസ് 50 എത്ര കിട്ടി? 90 ഡിഗ്രി. അപ്പൊ ഇതും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ കണക്കും എത്ര കിട്ടി? ഇപ്പൊ നമുക്ക് 90 ഡിഗ്രി കിട്ടി. അപ്പോ AB വ്യാസമായിട്ടുള്ള സർക്കിളിന്റെ C എന്ന് പറയുന്ന പോയിന്റില് ഇത് എത്രയാണ്? ഇവിടെ കിട്ടി 90 ഡിഗ്രി. അപ്പൊ ഈ രണ്ട് കണക്കും നമ്മുടെ കഴിഞ്ഞു. ഈ രണ്ട് കണക്കിലും എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? AB വ്യാസമായിട്ടുള്ള സർക്കിള് അതിന് ഈ പോയിന്റ് എത്രയാണ്? ഇവിടെ ഈ ഒരു ആംഗിൾ തന്നുള്ളൂ കേട്ടോ. ഈ ആംഗിൾ തന്നാൽ ഇപ്പത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ 4 കണക്കിൽ ഒരേപോലെ ചെയ്താൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പത്തെ 180യിൽ നിന്ന് മൈനസ് ചെയ്തപ്പോ എത്ര കിട്ടി? 100. 180യിൽ നിന്ന് 100 മൈനസ് ചെയ്തപ്പോ 80 മൈനസ് ചെയ്തപ്പോ 100 കിട്ടി. അപ്പൊ ഇതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കൊടുത്തു. 40 40. ഇവിടെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കൊടുത്തു. 80 കഴിഞ്ഞാൽ ബാക്കി 100 അല്ലേ വേണ്ടത്? ആ 100നെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. 50. അപ്പൊ ഈ രണ്ട് ആംഗിൾസ് വന്നു കഴിഞ്ഞ് നമ്മളോട് ചോദ്യം ACB എത്രയാണ്? ACB എഴുതുന്ന സമയത്ത് ഒരു ആംഗിൾ മാത്രമായിട്ട് എഴുതരുത് കേട്ടോ. ഈ 40 പ്ലസ് 50 ദാറ്റ് ഈസ് 90. അങ്ങനെ നമ്മൾ ഈ കണക്ക് അവസാനിക്കുകയാണ്. അടുത്ത 2 കണക്കും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചെയ്യാം.